അന്നൂസ് കിച്ചൻ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എവിടത്തേക്കാണ് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എൻ്റെ ലുക്ക് കണ്ടിരുന്നത്. അപ്പം ഞാൻ ആരോടൊക്കെ കൂടെ പോകുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഇത് കുറച്ച് മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. ആക്ച്വലി എന്താ പറയുക, യഥാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ കല്യാണത്തിന് മുമ്പേ എടുത്തൊരു വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കാരണം ഞാൻ പോകുന്ന സ്ഥലത്തുള്ള കുറേ ഡിഫറൻസ് ഇപ്പം വന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പം പറഞ്ഞു വന്നത് എന്ന് വെച്ചാൽ ഞാനൊരു അമ്പലത്തിലേക്ക് പോവുകയാണ്. നാട്ടിൽ വന്നാൽ സ്ഥിരമായിട്ട് പോകാറുള്ള കുറച്ച് ക്ഷേത്രങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് എപ്പോൾ മിസ്സാക്കാത്തൊരു ക്ഷേത്രത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഏത് അമ്പലം എന്നല്ലേ, അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ആരുടെയൊക്കെയാണ് കൂടെ പോകുന്നതെന്ന് ഏകദേശം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അമ്മമ്മയുണ്ട്, മമ്മിയുണ്ട്, എൻ്റെ 2 ചോട്ടാസ്, പിന്നെ എൻ്റെ ഹസ്ബൻഡും അനിയനുമാണ് കൂടിയുള്ളത്. നമ്മളെല്ലാവരും കൂടി ക്ഷേത്ര ദർശനത്തിനായിട്ട് കാറിൽ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് അമ്പലമാണെന്നല്ലേ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഏത് ക്ഷേത്രത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അല്ലേ. അതായത് വന്നിട്ടുള്ള ഇത് പണ്ടൊക്കെ നാട്ടിലുള്ളപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന ക്ഷേത്രങ്ങളാണ് ഇതൊക്കെ. പക്ഷേങ്കിൽ ഇപ്പോൾ വല്ലപ്പോഴും നാട്ടിൽ പോയാൽ പോകുന്ന ക്ഷേത്രങ്ങളായി മാറി അല്ലേ. നിങ്ങൾക്കുണ്ടോ ഇതുപോലത്തെ അനുഭവങ്ങൾ? അപ്പം ഞാൻ വന്നിട്ടുള്ളത് ചെറുക്കല് കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാട്ടോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ അമ്പലമാണ്. ചാലാട്ടമ്പലവും കടലായി അമ്പലമാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ അമ്പലം. ഞാൻ മുന്നേ ഒരു വീഡിയോയിലും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറാം. കടലായി അമ്പലത്തിൻ്റെ ഈ ഒരു മുൻഭാവം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് എപ്പോൾ എടുത്ത വീഡിയോ ആയിരിക്കുന്നത്. കാരണം ഇതൊക്കെ ഒരുപാട് ചേഞ്ച് ആയി അല്ലേ ഇപ്പോൾ. എനിക്ക് കടലായി അമ്പലത്തിൽ എത്തുമ്പം തന്നെ എനിക്ക് തൊഴാനും മനസ്സിനൊരു സമാധാനമൊക്കെ തോന്നണമെങ്കിൽ എൻ്റെ മക്കൾക്ക് അവിടെ എത്തിയാൽ തന്നെ ഫസ്റ്റ് തന്നെ മഞ്ചാടിയിൽ കളിക്കാനാട്ടോ താല്പര്യം. ആദ്യം തന്നെ അവർ തൊഴുന്നതിന് മുമ്പേ തന്നെ ഫസ്റ്റ് പോയിട്ട് മഞ്ചാടിയിൽ കളിക്കുക ചെയ്യുക. അപ്പോൾ ഇതാ ഞാൻ തൊഴുത് കഴിഞ്ഞ് ഇനി പ്രദക്ഷിണം വെക്കാൻ പോവാണ്. ഞാൻ നിങ്ങൾക്ക് നമ്മളെ അമ്പലവും കൂടി ഒരു നോക്കിന് കാണിച്ചു തരാം. അധികം ആളും പോയതും കണ്ടതും പ്രാർത്ഥിക്കുന്നതും അമ്പലമായിരിക്കും. പക്ഷെ കാണാത്ത ഒരു പെർസെൻറ്റേജ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ കടലായി അമ്പലത്തിൻ്റെ ഒരു ചെറിയ ലുക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. നമ്മൾ ഈ കടലായി അമ്പലത്തിനെ ഉണ്ടല്ലോ വടക്കൻ കേരളത്തിലെ ഗുരുവായൂർ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കടലായി അമ്പലം, ചിറക്കൽ കടലായി, കൃഷ്ണൻ്റെ അമ്പലം, കൃഷ്ണക്ഷേത്രം, കടലായി കൃഷ്ണൻ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിന് പറയാറ്. ഇവിടുത്തെ പ്രതിഷ്ഠയാകട്ടെ 5 ശിലയിലുള്ള നവനീത കൃഷ്ണനാണ്. അതായത് നമ്മൾ ഉണ്ണിക്കണ്ണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. എൻ്റെ ഉണ്ണികൃഷ്ണ എന്ന് ആദ്യം നമ്മൾ പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഗുരുവായൂർ അമ്പലമല്ലേ. അതെ, പക്ഷേങ്കിൽ നമ്മൾ കണ്ണൂരുകാർക്ക് എൻ്റെ കൃഷ്ണ അല്ലെങ്കിൽ എൻ്റെ ഉണ്ണികൃഷ്ണ എന്ന് പറയുമ്പോൾ ആദ്യം ഓടി വരുന്നത് നമ്മളെ കടലായി കൃഷ്ണനാണ് കേട്ടോ. അതും നമ്മളെ നാട്ടിൽ കണ്ണൂരിൽ ചിറക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മളെ കണ്ണൂരുകാർക്ക് എപ്പോൾ ഉണ്ണികൃഷ്ണനായിട്ട് പെട്ടെന്ന് മനസ്സിലോടി വരുന്നത് നമ്മളെ കടലായി കൃഷ്ണനെയാണ് കേട്ടോ. ഈ അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ നമുക്ക് മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെ ഫോട്ടോസ് കാണാം. പ്രദക്ഷിണം വെക്കുമ്പോൾ മാത്രമല്ല, ക്ഷേത്രത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ ആ 10 തൂണുമലായിട്ട് 10 അവതാരങ്ങളെ കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ അകത്ത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവതാരം കൃഷ്ണൻ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കോ? അതുപോലെ നിങ്ങൾക്ക് ഈ 10 അവതാരങ്ങളെ പേര് കറക്റ്റായിട്ട് അറിയെങ്കിൽ അത് കമൻറ്റിൽ പറയണം കേട്ടോ. കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ എല്ലാ ക്ഷേത്രത്തിലും പോയാൽ അവിടെ ഉപദേവതകളെ കാണാൻ പറ്റും, എന്നാൽ കടലായി അമ്പലത്തിൽ വന്നാൽ കാണാൻ പറ്റില്ല. അത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കൃഷ്ണനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ, കൃഷ്ണനെ മനസ്സറിഞ്ഞ് തൊഴാനും പറ്റും. പക്ഷേ പകരം നമുക്ക് ശിവേശ്വരം എന്ന് പറഞ്ഞിട്ട് ശിവക്ഷേത്രം തൊട്ടടുത്ത് തന്നെയുണ്ട്. പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മൾ ചുറ്റമ്പലത്തിൻ്റെ അകത്തും തന്നെ ശിവനെ തൊഴുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. കടലായി അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കടലായി അമ്പലത്തിൻ്റെ ഒരു ഐതിഹ്യം ഞാൻ പറഞ്ഞുതരാം. ഇത് എനിക്കറിയുന്ന ഒരു ഐതിഹ്യമാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അതായത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നെ തിരുത്താനും മറക്കരുത്. പണ്ട്, അതായത് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളെ രാജ്യം ഭരിച്ച മൂഷിക രാജാവിന് കടലിൽ നിന്നൊരു വിഗ്രഹം കിട്ടി. അതും വലത് കൈ അറ്റ ഒരു കൃഷ്ണ വിഗ്രഹം. ആ വിഗ്രഹം മഹാരാജാവ് ആദി കടലായി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിഞ്ഞിട്ട് അവിടെ പ്രതിഷ്ഠിച്ചു. പിന്നീട് ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് നമ്മളെ കടലായി കോട്ടയും ക്ഷേത്രവും നശിച്ചു പോയപ്പോൾ ആ ശ്രീകൃഷ്ണ വിഗ്രഹം അന്നത്തെ മഹാരാജാവ് ആദ്യത്തെ വലിയ തമ്പുരാനും ചെറുക്കൽ രാജാവുമായ
രവിവർമ്മ രാജ ചെറുക്കൽ കോവിലകത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ ക്ഷേത്രം നിർമ്മിക്കുകയും അവിടെ ഈ ശ്രീകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അന്നു മുതൽ ഇന്ന് വരെ ചെറുക്കൽ കൃഷ്ണനായിട്ടും കടലായി നാഥനായിട്ടും നമ്മൾ ഉണ്ണിക്കണ്ണൻ അവിടെ നമ്മൾ അനുഗ്രഹിച്ചു വരുന്നുണ്ട് കേട്ടോ. എനിക്കറിയുന്ന ഒരു കഥ ഞാൻ വളരെ ചുരുക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ. അതുപോലെ നമ്മൾ കൃഷ്ണൻ്റെ അമ്പലമായ ചെറുക്കൽ ശ്രീകൃഷ്ണ ക്ഷേത്രവും ഞാൻ നിങ്ങൾക്ക് ഒരു നോക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കാണിക്കാൻ പറ്റുന്ന സൈഡുകൾ മാത്രമേ ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ കാണിച്ചിട്ടുള്ളൂ ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.